ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാത്സിലെ ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഡിഫറൻഷ്യബിലിറ്റി. ഇപ്പൊ നമുക്ക് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ അത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എ അതിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, എഫ് ഡാഷ് ഓഫ് എ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഒരു എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. ഇവ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഫംഗ്ഷൻ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് എ എന്ന് പറയാം, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എ എന്നൊരു പോയിന്റിന്റെ തൊട്ട് മുന്നേ ഒരു പോയിന്റ് എടുക്കാം, എ മൈനസ് എച്ച് എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കാം. അപ്പം ഇവിടെ നമ്മൾ എക്സിന് പകരം എന്ത് വരും? ലിമിറ്റ്, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ആണ്. അപ്പൊ അവിടെ നമ്മൾ എ മൈനസ് എച്ച് കൊടുക്കുമ്പോൾ ലിമിറ്റ് എ മൈനസ് എച്ച് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സിന് പകരം എന്ത് വരും? എഫ് ഓഫ് എ, എഫ് ഓഫ് f of a minus h by f of a divided by a minus h minus a എന്ന് വരും. അപ്പൊ a minus h tends to a, a minus h tends to a ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൈനസ് h tends to, ഇത് പുറത്ത് വരുമ്പോൾ a minus a 0 എന്ന് വരും, h tends to 0 എന്ന് വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് h tends to 0 f of a minus h minus f of a divided by a minus a വരുമ്പോൾ മൈനസ് h എന്ന് വരും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ലിമിറ്റ് a പ്ലസ് h ടെൻസ് ടു a f of a plus h minus f of a divided by a plus h minus a. അപ്പം a plus h tends to a ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? h tends to 0 എന്ന് പറയാം. അപ്പൊ നമുക്ക് ലിമിറ്റ് h tends to 0 f of a plus h minus f of a divided by h എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ആണെന്ന് കാണിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഡിഫറൻഷ്യബിലിറ്റി? ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ ആണ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് നോക്കാം. അപ്പൊ ബേസിക് ഡെറിവേറ്റീവ്സിട്ട് നമുക്ക് മെയിൻ ആയിട്ട് കേരള PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അതുമായി പിന്നെ നമുക്ക് വന്നിട്ടുള്ള മാക്സിമ, മിനിമ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്, ഇൻക്രീസിങ് ഫംഗ്ഷൻസ്. അപ്പം ബേസിക് ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാഠഭാഗം മുന്നോട്ട് പോകണമെങ്കിൽ കുറെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ. അപ്പം ബേസിക് ഡെറിവേറ്റീവ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ബേസിക് ഡെറിവേറ്റീവ്സിന്റെ നമുക്ക് ഫോർമുല നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 0. ഡി ബൈ ഡി എക്സ് ഓഫ് സി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന കോൺസ്റ്റന്റ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ഡി ജനറൽ ഫോമിൽ എങ്ങനെ പറയാം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതേ ഫോമിലല്ലേ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ വരും. അപ്പൊ എക്സ് സ്ക്വയർ, അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 2 ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2x റൈസ് ടു 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും.
അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് 2x ആണ്. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1. അപ്പൊ എങ്ങനെ എഴുതാം 1 ഇൻറ്റു എക്സ് റൈസ് ടു 1 മൈനസ് 1 ദാറ്റ് ഈസ് 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുന്ന 1 ആണല്ലോ. അപ്പൊ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന 1 കിട്ടും. സിമിലർലി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് 3x സ്ക്വയർ ആണ്. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്ന എക്സ് റൈസ് ടു 1/2 അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം 1/2 എക്സ് റൈസ് ടു 1/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 1/2. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം 1/2 എക്സ് റൈസ് ടു മൈനസ് 1/2 എന്ന് പറയുന്ന 1/√x ആണല്ലോ. അപ്പൊ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1/2√x എന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് കോസ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീക് സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക് എക്സ് ടാൻ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എ റൈസ് ടു എക്സ് ലാൻ എക്സ് ആണ് വരുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താണ് 1/x ആണ്. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് സീക് സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് സീക് എക്സ് ടാൻ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് ലോഗ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1/x1. ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് നോക്കാം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1/√1 മൈനസ് എക്സ് സ്ക്വയറും, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതിന്റെ എല്ലാം ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ മതി. അത് എങ്ങനെ വന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള എല്ലാ ഡെറിവേറ്റീവ്സും നമുക്ക് അറിയണം. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1/1 പ്ലസ് എക്സ് സ്ക്വയറും, ഡി ബൈ ഡി എക്സ് ഓഫ് sec inverse x 1/x into square root of x square minus 1. d by dx of cos inverse x എന്താണ് minus 1/root of 1 minus x square ഉം d by dx of cot inverse x എന്ന് പറയുന്നത് minus 1/1 plus x square, d by dx of cosec inverse x minus 1/x into square root of x square minus 1 ആണ്. ഇനി നമുക്ക് ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് നോക്കാം. ഇപ്പൊ രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. യുവും ബി എന്ന് പറയുന്ന രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സി ഇൻറ്റു യു, ഈ യു എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതും രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? സി ഇൻറ്റു യുവിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് പുറത്തെടുത്ത് എഴുതാം സി ഇൻറ്റു യു ഡാഷ്. ഇനി അടുത്തത് സമ്മ് വരെയാണെങ്കിൽ യു പ്ലസ് ബി, രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ സം ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ് ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്താൽ മതി. യു ഡാഷ് പ്ലസ് ബി ഡാഷ് എന്ന് വരും. ഇനി അതുപോലെ യു മൈനസ് ബി, രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനെ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാം? അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് യു മൈനസ് ബി, അപ്പം യു ഡാഷ് മൈനസ് വി ഡാഷ് ചെയ്താൽ മതി. അടുത്തത് യു വിയുടെ ഡെറിവേറ്റീവ് എടുക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ യു ഡാഷ് ഇൻറ്റു വി ഡാഷ് എന്ന് ചെയ്താൽ തെറ്റാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒരു റൂൾ ഉണ്ട്, പ്രോഡക്റ്റ് റൂൾ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, ഇത് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അതിന്റെ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വരും. അതായത് യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ് എന്ന് വരും. യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്, ഇതാണ് എന്ത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, ഇനി ഡിവിഷൻ യു ബൈ വി. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് നമുക്ക് യു ഡാഷ് ബൈ വി ഡാഷ് അങ്ങനെ എഴുതാൻ പറ്റില്ല, അങ്ങനെ എഴുതിയ തെറ്റാണ്. ഇവിടെ നമ്മൾ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കണം. കോഷ്യന്റ് റൂൾ എന്താണ്? ഇത് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷനും
ഇത് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷനും ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ സ്ക്വയർ. ഇതാണ് എന്ത്? കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ യു ബൈ വി അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യണം. കോഷ്യന്റ് റൂൾ എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ യുവും വിയും രണ്ടും ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വരും? വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പൊ നമ്മൾ കുറെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് നോക്കിക്കഴിഞ്ഞു. ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയൊന്നും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല, കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ബേസിക് ഔട്ട് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 2 sin x plus cos x. 2 sin x plus cos x ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്താണ്? ഡി ബൈ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2 sin x പ്ലസ് കോസ് എക്സ്. അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ യു പ്ലസ് വി അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഡാഷ് പ്ലസ് വി ഡാഷ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഡി ബൈ ഡി എക്സ് ഓഫ് 2 sin x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് 2 sin x. 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഡി ബൈ ഡി എക്സ് ഓഫ് സി ഇൻറ്റു ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മൾ 2 പുറത്തെടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് എന്ന് വരും. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് എന്നും വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 2 cos x മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയേ 2 cos x മൈനസ് സൈൻ എക്സ്. ഇനി ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. സൈൻ എക്സ് കോസ് എക്സ് ഇത് എന്ത് ഫോർമുലാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് യു വി അല്ലെ? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. പ്രോഡക്റ്റ് റൂൾ എന്താണ്? നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എത്രയാണ്? മൈനസ് സൈൻ എക്സ് ആണ്. പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ദാറ്റ് ഈസ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അതായത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് 2x ആണല്ലോ. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? കോസ് 2x എന്ന് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. അപ്പൊ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 10x cube sin x. അഗെയിൻ ഇതെന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഫോം ആണ്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തേ. പ്രോഡക്റ്റ് ഫസ്റ്റ് നമ്മൾ കോൺസ്റ്റന്റ് പുറത്ത് എഴുതുക, എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 ഇൻറ്റു സൈൻ എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് വരും. സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് അതെന്ത് ഫോമിലാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന ഫോമിലാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താണ്? എൻ എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3x സ്ക്വയർ എന്ന് കിട്ടി. പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? സൈൻ 3x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. ഈ രണ്ട് ടേമിലും എന്ത് നമുക്ക് കോമൺ എടുക്കാം? എക്സ് സ്ക്വയർ കോമൺ എടുക്കാമല്ലോ. അപ്പൊ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ രണ്ട് ടേമിൽ നിന്ന് എക്സ് സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 10x സ്ക്വയർ ഇൻറ്റു 3 sin x പ്ലസ് എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 കടക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്. നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3 ബൈ എക്സ് മൈനസ് 2. അപ്പൊ ഇവിടെ എന്ത് ഫോമിലാണ്? കോഷ്യന്റ് റൂൾ അപ്ലൈ ആണ് അല്ലെ? ഡി ബൈ ഡി എക്സ് ഓഫ്
u by v എന്ന ഫോമിലാണ്. u by v എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? f of x is equal to 2x plus 3 by x minus 2. നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, ഇത് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തേ, സെക്കൻഡ് ഫംഗ്ഷൻ x minus 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ d by dx of 2x plus 3 minus first function 2x plus 3 into derivative of second function d by dx of x minus 2 divided by second function the square, that is x minus 2 the whole square എന്ന് വരും. അപ്പൊ ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? x minus 2 into d by dx of 2x plus 3. അപ്പൊ നമുക്ക് സം വന്നു കഴിഞ്ഞാൽ ഓരോ ടേമിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d by dx of 2x, 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ x minus 2 into 2 പ്ലസ് d by dx of 3, d by dx of constant, ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 0 ആ കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x minus 2 into 2 minus 2x plus 3 into d by dx of x minus 2. അപ്പൊ d by dx of x 1 കിട്ടും. ഇനി d by dx of 2 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഒരു കോൺസ്റ്റന്റ് ആണല്ലേ, കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 0. അപ്പൊ അവിടെ എങ്ങനെ വരും? മൈനസ് 2x plus 3 എന്ന് കിട്ടും. d by dx of x 1 ആവും. അപ്പൊ എങ്ങനെ എഴുതാം? x minus 2 into 2 minus 2x plus 3 divided by x minus 2 the whole square എന്ന് വരും. ഇനി ഈ 2 നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ആയല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2x minus 4 minus 2x, ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ പ്ലസ് മൈനസും കൂടെ മൈനസ് ആവും. അപ്പൊ മൈനസ് 2x minus 3 divided by x minus 2 the whole square എന്ന് വരും. ഈ 2xും ഈ 2xും കൂടെ കട്ടായി പോകും. പിന്നെ മൈനസ് 4ഉം മൈനസ് 3, മൈനസ് 4ഉം മൈനസ് 3 എത്രയാണ്? മൈനസ് 7 ആണ്. മൈനസ് 7 divided by x minus 2 the whole square എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം, അടുത്ത കൺസെപ്റ്റിലോട്ട് പോവാം. അടുത്തെന്ന് പറയുന്നത് ചെയിൻ റൂൾ ആണ്. ഈ ചെയിൻ റൂൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷനുള്ളിൽ 2 or more ഫംഗ്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. പറഞ്ഞുതരാം എങ്ങനത്തെ സാഹചര്യത്തിലൊക്കെയാണ് നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, 3x plus 5 the whole raised to 5. അപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. രണ്ടിലധികമോ ഫംഗ്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യാം. ചെയിൻ റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ആദ്യം ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇന്നർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ 3x plus 5 the whole raised to 5 എന്ന് പറയുമ്പോൾ ആദ്യം ഇതിപ്പോ മൊത്തത്തില് x ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? x raised to 5 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതിനകത്ത് വേറൊരു ഫംഗ്ഷൻ കിടക്കുന്നത് എന്താ? 3x plus 5. അപ്പൊ ഔട്ടർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ഫംഗ്ഷൻ raised to 5. ഇപ്പൊ നമ്മൾ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ x ക്യാപിറ്റൽ ലെറ്റർ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ x raised to 5. അകത്തുള്ള ഫംഗ്ഷൻ എന്താ? 3x plus 5. അപ്പൊ ആദ്യം ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ദെൻ ഇന്നർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഔട്ടർ ഫംഗ്ഷൻ x raised to 5 ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 5x raised to 4 എന്ന് വരും അല്ലെ. 5 into x ന് പകരം ഇവിടെ എന്തുവാ? 3x plus 5. അപ്പൊ 3x plus 5 the whole raised to 4 into ഇനി 3x plus 5 ന്റെ ഡെറിവേറ്റീവ് എടുക്കണമല്ലോ, d by dx of 3x. 3x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇനി 5ന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് വിൽ ഗെറ്റ് 0. കാരണം എന്താണ്? കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 0. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 into 3 15 into 3x plus 5 എന്ന് വരും. 5 the whole raised to 4 എന്ന് വരും. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷനിലുള്ള ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനിലുള്ള 2 or more ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് ആദ്യം ഔട്ടർ ഫംഗ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദെൻ ഇന്നർ ഫംഗ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുക. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എങ്ങനെ വരും എന്നുള്ളത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ ചാടിക്കേറി നമ്മൾ സൈൻ എക്സിന്റെ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റും. കാരണം എന്താ? നമുക്ക് സാധാരണ അറിയാവുന്ന ഡെറിവേറ്റീവ് സൈൻ ഓഫ് എക്സിന്റെ നമുക്കറിയാം, പക്ഷെ നമുക്ക് സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ഇവിടെ എന്താ? ചെയിൻ റൂൾ യൂസ് ചെയ്യണം. ഇവിടെ എന്താ? സൈൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ സൈൻ ഓഫ് സംതിങ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കിടക്കുന്നുണ്ട്. അതിനകത്ത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ കിടക്കുന്നുണ്ട്. ഒരു ഔട്ടർ ഫംഗ്ഷനും ഉണ്ട്, ഒരു ഇന്നർ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ d by dx ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ ഈ സൈൻ ഓഫ് എക്സ് സ്ക്വയർ അതിനകത്ത് എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മളിപ്പോ സൈൻ ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് എടുക്കുന്നു. ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ സൈൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ഓഫ് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം എന്ത് ഇട്ട് കൊടുക്കണം? എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കണം. അപ്പൊ കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരും.
അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ത് വരും? കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു, ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ, ഇന്നർ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് 2x എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x എന്ന് കിട്ടും. ഇനി അടുത്തത് ഇ റേസ് ടു 2x പ്ലസ് 3ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഇത് എന്ത് ഫോമിലാണ്? ഇ റേസ് ടു സംതിങ്. നമുക്ക് അറിയാവുന്ന എന്താണ്? ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് തന്നെ കിട്ടും. അപ്പൊ ഇ റേസ് ടു സംതിങ്, അപ്പൊ ഇ റേസ് ടു ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇ റേസ് ടു ക്യാപിറ്റൽ എക്സ്, ഇ റേസ് ടു ക്യാപിറ്റൽ എക്സ് തന്നെ വരും. ആ എക്സിന് പകരം എക്സ് ഈക്വൽ ടു ഇവിടെ എന്താണ്? 2x പ്ലസ് 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? ഇ റേസ് ടു 2x പ്ലസ് 3. തീർന്നോ? ഇല്ല. അതിനകത്ത് വേറൊരു ഫംഗ്ഷൻ കിടക്കുകയില്ലേ, ഇന്നർ ഫംഗ്ഷൻ 2x പ്ലസ് 3. അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് 3 എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ത് കിട്ടും? ഇ റേസ് ടു 2x പ്ലസ് 3 ഇൻറ്റു 2 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റിലോട്ട് പോവാം. അടുത്തത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് സൈൻ എക്സ്. കോസ് ഓഫ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നമുക്ക് കോസ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഇവിടെ എക്സിന് പകരം അകത്തൊരു സൈൻ എക്സ് ആണ്. അപ്പൊ വേറൊരു ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഔട്ടർ ഫംഗ്ഷൻ ഉണ്ട്, ഇന്നർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ ഓഫ്, അതിനകത്ത് എന്താ? സൈൻ എക്സ്. അത് അതുപോലെ എഴുതാം. എന്നിട്ട് അതിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ത് വരും? കോസ് എക്സ് എന്ന് വരും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. ഇനി അടുത്ത സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി. അപ്പൊ സൈൻ ഓഫ് എന്ന് പറയുമ്പോൾ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി. ഇനി അകത്തുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എ എക്സ് പ്ലസ് ബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ എന്ന് കിട്ടും. ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണല്ലോ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 അല്ലേ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ കിട്ടും? കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ എന്ന് കിട്ടും. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? ഔട്ടർ ഫംഗ്ഷനെ തന്നെ നോക്കുക. ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് നമുക്കറിയാം എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പൊ അത് എഴുതുക. ഡി ബൈ ഡി എക്സ് ഓഫ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പൊ സീക്ക് എക്സ്, എക്സിന് പകരം ഇവിടെ എന്താ? ടാൻ റൂട്ട് എക്സ് ആണ്. സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ടാൻ എക്സിന് പകരം ഇവിടെ എന്താണ്? ടാൻ റൂട്ട് എക്സ് അല്ലെ, ടാൻ റൂട്ട് എക്സ്. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? തീർന്നോ? ഇല്ലല്ലോ. അതിനകത്തൊരു ടാൻ റൂട്ട് എക്സ് ഉണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ് അല്ലെ. അപ്പൊ സീക്ക് സ്ക്വയർ, ഇവിടെ എക്സിന് പകരം എന്താ വരുന്നത്? റൂട്ട് എക്സ് ആണ് വരുന്നത്. ഇനി അകത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ റൂട്ട് എക്സ് എന്നൊരു ഫംഗ്ഷൻ. ആ റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1/2 റൂട്ട് എക്സ് എന്ന് കിട്ടും. അപ്പൊ ക്ലിയർ ആയോ? സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് എന്ന് വരുമ്പോ എന്ത് ചെയ്യും? ആദ്യം ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്നുള്ള ഫോമില്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ്. ഇവിടെ എക്സിന് പകരം അകത്തുള്ള എന്താണ്? ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പൊ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് എന്ന് വരും. ഇനി അടുത്ത എന്താണ്? ടാൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ടാൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ആണ്. ഇനി അടുത്ത എന്താ? അതിനകത്തുള്ള എക്സ് അല്ല, റൂട്ട് എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്തുവാ? 1/2 റൂട്ട് എക്സ് ആണ്. അപ്പൊ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ചെയിൻ റൂള് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5. ഇവിടെയും അഗെയിൻ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. യു വി അല്ലെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ചെയ്താൽ കോസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ക്യൂബ്. നമ്മുടെ ഫംഗ്ഷൻ എന്താ? കോസ് എക്സ് റേസ് ടു 3 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5 ആണ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് റേസ് ടു 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് റേസ് ടു 5 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ക്യൂബ്. ഇനി സിംപ്ലിഫൈ ചെയ്തേ. കോസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് റേസ് ടു 5. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം എക്സ് റേസ് ടു 5 ആണ്. അപ്പൊ ചെയിൻ റൂൾ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഡി ബൈ ഡി എക്സ് ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുത്തേ. അപ്പൊ കോസ് ഓഫ് എക്സ് റേസ് ടു 5. ഇനി അകത്ത് കിടക്കുന്ന എന്താ? എക്സ് റേസ് ടു 5 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ
എന്ത് പറ്റും? എക്സ് റൈസ് ടു എൻ എന്ന ഫോമിലാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താണ്? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5 എന്ത് വരും? 5 എക്സ് റൈസ് ടു 4 എന്ന് വരും. ഇനി അടുത്തത് ഏതൊക്കെ? സൈൻ എക്സ് റൈസ് ടു 5 as it is എഴുതി. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പൊ മൈനസ് സൈൻ ഓഫ് എക്സിന് പകരം ഇവിടെ എക്സ് ക്യൂബ് ആണ്, അത് കൊടുത്തു. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ദാറ്റ് ഈസ് 3x സ്ക്വയർ എന്ന് കിട്ടി. ഇനി അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കാം. y is equal to sin inverse root x. y എന്താണ്? sin inverse root x ആണ്. അപ്പൊ sin inverse root x എന്ന് പറയുമ്പോൾ d by dx ഓഫ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള പഠിച്ചു. അപ്പൊ sin inverse x ന്റെ d by dx ഓഫ് sin inverse x എന്താണ്? 1 by root of 1 minus x square ആണ്. അപ്പൊ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 by root of 1 minus x square. ഇവിടെ എക്സിന് പകരം എന്താണ്? റൂട്ട് എക്സ് ആണ്. അപ്പം റൂട്ട് എക്സ് സ്ക്വയർ എന്ന് വരും. ഇൻറ്റു എന്താണ്? ഇനി ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ആണല്ലോ. സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് വെറുതെ 1 by root of 1 minus x square എന്ന് എഴുതിയാൽ മതി. ഇവിടെ സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ആണ്. അപ്പൊ എങ്ങനെ എഴുതണം? 1 by root of 1 minus root x the whole square ഇൻറ്റു ആ റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് എന്ത് വരും? 1 by 2 root x എന്ന് കിട്ടും. ഇനി സിംപ്ലിഫൈ ചെയ്തേ. 1 by 1 minus root x the whole സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണല്ലോ. അപ്പൊ 1 by root of 1 minus x into 1 minus 1 by 2 root x എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 1 by 2 into root of x into 1 minus x എന്ന് എഴുതാലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫോമിലാണ്. എക്സിന്റെ വേരിയബിളും ഉണ്ട്, വൈന്റെ വേരിയബിളും ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സി എന്ന ഫോമിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ? നമ്മുടെ ഫംഗ്ഷന്റെ ഫോം എന്താണ്? എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു സി. that is x വേരിയബിൾ ഉണ്ട്, y വേരിയബിൾ ഉണ്ട്, which is equal to a constant c. ഇത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇത്തരത്തിലുള്ള കേസിൽ നമ്മൾ ഡയറക്ട്ലി എന്ത് ചെയ്യണം? രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇക്വേഷനിൽ നിന്ന് dy by dx നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. x minus y is equal to pi. ഇത് എന്ത് ഫോമിലാണ്? f of x, y is equal to a constant എന്ന ഫോമിലാണല്ലോ. അപ്പൊ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ബോത്ത് സൈഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് dy by dx നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? LHSനെ d by dx of x minus y എടുക്കുക, which is equal to റൈറ്റ് ഹാൻഡ് സൈഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. അപ്പം d by dx of x minus y. അപ്പൊ ഡിഫറൻഷിയേറ്റ് നോക്കിക്കോളൂ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ d by dx of x എന്ന് പറയുന്ന 1 ആണ്. മൈനസ് y എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ആണ്. അപ്പൊ അവിടെ എന്ത് വരും? കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ ആണ്. 1 minus dy by dx ഈക്വൽ ടു d by dx of a കോൺസ്റ്റന്റ് 0 ആണ്. അപ്പൊ ഈ dy by dx ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? dy by dx is equal to 1 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ x minus y is equal to pi അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? dy by dx is equal to 1 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? dy by dx കണ്ടുപിടിക്കുക. എന്താ? y plus sin y equal to cos x. ഇതും എന്താണ്? f of x, y is equal to c എന്ന ഫോമിലാണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് dy by dx കണ്ടുപിടിക്കുക. അപ്പൊ d by dx of y plus sin y equal to d by dx of cos x എന്ന് കിട്ടും. d by dx of y plus sin y. അപ്പൊ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ y എന്ന് പറയുന്ന വേരിയബിൾ ആണ്, കോൺസ്റ്റന്റ് അല്ല. അപ്പൊ dy by dx പ്ലസ് നമ്മൾ sin y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? sin y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d by dx of sin y. sin y ന്റെ ഡെറിവേറ്റീവ് cos y ഇൻറ്റു അവിടെ എന്താണ്? dy by dx എന്നും കൂടെ അഡീഷണൽ വരും. നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഡയറക്റ്റ് dy by dx of sin x cos x എന്നേ വരത്തുള്ളൂ. ഇവിടെ y ആണ്. y എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വെറും y ആയിരുന്നെങ്കിൽ dy by dx എന്ന് എഴുതിയാണ്. sin y വരുമ്പോൾ എന്ത് വരും? cos y ഇൻറ്റു അടുത്ത എന്താണ്? dy by dx എന്ന് വരും. അപ്പൊ dy by dx പ്ലസ് cos y ഇൻറ്റു dy by dx ഈക്വൽ ടു dy by dx of cos x എന്ന് പറയുന്ന മൈനസ് sin x ആണ്.
ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഡി വൈ ബൈ ഈ രണ്ട് ടേമിലും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അത് കോമൺ എടുക്കുമ്പോൾ എങ്ങനെ വരും, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് വരും. അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ഇൻറ്റു ആണ് എൽ എച്ച് എസിൽ, അത് ആർ എച്ച് എസിലോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവുമല്ലോ. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ എന്ന് കിട്ടും. അതാണ് ഡി വൈ ബൈ ഡി എക്സിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോഗരിഥമിക് ഡിഫറൻഷിയേഷൻ നോക്കാം. എന്താണ് ലോഗരിഥമിക് ഡിഫറൻഷിയേഷൻ, ഏത് സാഹചര്യത്തിലാണ് ഈ ലോഗരിഥമിക് ഡിഫറൻഷിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ നമ്മുടെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ ഫോം യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ് ഈ ഒരു ഫോമിലാണെങ്കിൽ നമ്മൾ അവിടെ ലോഗരിഥമിക് ഡിഫറൻഷിയേഷൻ അതെങ്ങനെയാണ്, രണ്ട് സൈഡും എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ബോത്ത് സൈഡും നമ്മൾ ലോഗരിതം എടുക്കണം. രണ്ട് സൈഡിന്റെ ലോഗരിതം എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും എക്സിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അതായത് ഏത് ഫംഗ്ഷൻ ആണ്, നമ്മുടെ ഫംഗ്ഷൻ ഇൻ ദ ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ്, യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ്. ഈ ഒരു ഫോമിൽ വരുന്ന സമയത്ത് നമ്മൾ ലോഗരിഥമിക് ഡിഫറൻഷിയേഷൻ രണ്ട് സൈഡിന്റെയും എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ലോഗരിതം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബോത്ത് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ഡി വൈ ബൈ ഡി എക്സിലോട്ട് എത്താം. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലോട്ട് ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണിത്. ലോഗ് ഓഫ് പി ക്യു രണ്ട് പ്രോഡക്റ്റ് ആണ് വന്നത്. ലോഗ് ഓഫ് പി ഇൻറ്റു ക്യൂ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് ഓഫ് പി ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ ആണ്. ലോഗ് ഓഫ് പി റേസ് ടു എൻ ഒരു പവർ വരെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് ഓഫ് പി റേസ് ടു എൻ എന്ന് പറയുന്ന എൻ ഇൻറ്റു ലോഗ് പി ആണ്. ലോഗ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്ന ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ആണ്. മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ആഡും ഡിവിഷൻ വരുന്ന സമയത്ത് സബ്ട്രാക്റ്റും. അപ്പൊ ലോഗ് ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ. ഇനി ലോഗ് ഓഫ് പി റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്, ലോഗ് ഓഫ് പി റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ലോഗ് പി ആണ്. ലോഗ് എക്സ് ബൈ വൈ എന്ന് പറയുന്ന ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ആണ്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ് എന്ന ഫോമുലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും അതായത് y is equal to x raised to sin x. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ് എന്ന ഫോമിലാണ്. നമ്മുടെ ഫംഗ്ഷൻ ഈ ഒരു ഫോമിലാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യണം, ലോഗരിതം എടുക്കണം. അതിനുശേഷം രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഇവിടെ നോക്കിക്കോ, y ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ്. അപ്പൊ നമ്മൾ രണ്ട് സൈഡും ലോഗരിതം എടുക്കുന്ന സമയത്ത് എന്ത് വരും, ലോഗ് y ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ്. നമ്മൾ പഠിച്ചായിരുന്നു ലോഗ് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എന്ത് വരും, എൻ ലോഗ് എക്സ് എന്ന് വരും അല്ലെ. ഇവിടെ അപ്പൊ എങ്ങനെ എഴുതാം, എക്സ് റൈസ് ടു സൈൻ എക്സ് ആണെങ്കിൽ അതിനെ ലോഗരിതം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. അപ്പൊ ഇനി നമുക്ക് രണ്ട് സൈഡും ലോഗരിതം അപ്ലൈ ചെയ്തു. ലോഗ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. രണ്ട് സൈഡും ലോഗരിതം അപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തുവാ, രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ലോഗ് എക്സ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ എന്താ, 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ, ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ലോഗ് എക്സ്. യു വി അപ്ലൈ ചെയ്യുക, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് plus log x into d by dx of sin x, which is equal to sin x into d by dx of log x എന്താണ്, 1 by x ആണ്, plus log x into d by dx of sin x cos x എന്ന് വരും. തീർന്നിട്ടില്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, dy by dx ആണ്. അപ്പം ഈ y ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, y into y എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു x raised to sin x ആണല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x raised to sin x into sin x by x plus log x into cos x എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എക്സ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ദ ഹോൾ റൈസ് ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3x square
പ്ലസ് 4x പ്ലസ് 5 ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ അഗൈൻ നമുക്ക് യു ഓഫ് എക്സ് റൈസ് ടു വി ഓഫ് എക്സ് ആ ഒരു രീതി തന്നെയാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. റൂട്ട് വന്നു കഴിഞ്ഞാൽ ഹോൾ റൈസ് ടു 1/2 അല്ലേ. അപ്പൊ നമ്മൾ ലോഗ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കുക. അപ്പൊ ലോഗ് വൈ, നമ്മുടെ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു ഇതാണെങ്കിൽ ലോഗ് y ഈസ് ഈക്വൽ ടു എന്ത് വരും, ഹോൾ റൈസ് ടു 1/2 വന്നു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ലോഗ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ 1/2 ഇൻറ്റു ലോഗ് 1/2 ഇൻറ്റു ലോഗ് ഓഫ് ഈ ഫംഗ്ഷൻ ആണ്. ലോഗ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് വരെയാണെങ്കിൽ a ഇൻറ്റു ബി ആണെങ്കിൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം, a ബൈ ബി ആണെങ്കിൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 3 പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 4. ഇനി ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ മൈനസ് വരും, മൈനസ് ലോഗ് ഓഫ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. ലോഗ് വൈന്റെ ഡിഫറൻസിയേഷൻ എന്താണ്, 1/y ഇൻറ്റു dy ബൈ dx, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് ഓഫ് x മൈനസ് 3യുടെ ഡിഫറൻസിയേഷൻ എന്താണ്, 1/x മൈനസ് 3. ഇനി അകത്ത് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്താലും d ബൈ dx ഓഫ് x മൈനസ് 3 ചെയ്യുമ്പോൾ d ബൈ dx ഓഫ് x 1 ആണ്. അപ്പൊ 1/x മൈനസ് 3 എന്ന് തന്നെ കിട്ടും. പ്ലസ് log of x square plus 4, x square plus 4 ന്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ എന്ത് വരും, 1/x square plus 4 ഇൻറ്റു d by dx of x square plus 4. x square plus 4 ന്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും, 2x എന്ന് കിട്ടും. ഇനി മൈനസ് log of 3x square plus 4x plus 5. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, 1/3x square plus 4x plus 5 എന്ന് കിട്ടും. ഇൻറ്റു ഈ ഒരു ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ എടുക്കുന്ന സമയത്ത് 3x square 3 ഇൻറ്റു 2x ദാറ്റ് ഈസ് 6x എന്ന് കിട്ടും. പ്ലസ് 4x ഡെറിവേറ്റീവ് 4 എന്ന് കിട്ടും. 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആണ് കിട്ടുന്നത്. അപ്പൊ 1/y ഇൻറ്റു dy ബൈ dx എന്ന് കിട്ടി. നമുക്ക് വേണ്ട dy ബൈ dx ആണ്. അപ്പൊ ഈ y ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ ഈ y അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്ത് വരും, y/2 ഇൻറ്റു 1/x മൈനസ് 3 പ്ലസ് 2x ബൈ x സ്ക്വയർ പ്ലസ് 4 മൈനസ് 6x പ്ലസ് 4/3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 എന്ന് വരും. y-ക്ക് പകരം y എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, റൂട്ട് ഓഫ് y-ക്ക് പകരം ക്വസ്റ്റ്യനിലുള്ള y ഈസ് ഈക്വൽ ടു ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ റൂട്ട് ഓഫ് x മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 എന്ന് കിട്ടും. ഞാൻ ബാക്കി അസിറ്റീസ് എഴുതാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ അല്ലാതെ ഈ ഒരു ഫോം ഒന്നും അറിയാതെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇനി അടുത്ത എന്താണ്, ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ്. പാരാമെട്രിക് ഫോംസിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും. പാരാമെട്രിക് ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടിയും വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ആദ്യം ഇത് വിത്ത് റെസ്പെക്ട് ടു ജി ഓഫ് ടി ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ മതി. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതായത് എന്താണ്, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ആകുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്നല്ലേ കിട്ടും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഫംഗ്ഷൻസ്, ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോമിലുള്ള ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എന്താ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഫ് ഓഫ് ടി വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ എന്ത് ചെയ്യുക, വൈയുടെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുക. അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് ടി ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അതിന്റെ പ്രോബ്ലം ചെയ്യാം, അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇവിടെ എന്താണ്, ആദ്യത്തെ ഫംഗ്ഷൻ എക്സ്, അതിന്റെ വേരിയബിൾ എന്താണ്, തീറ്റ. അപ്പം ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റയും വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റയും അല്ലെ. അപ്പം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടിയും y is equal to g of t എന്ന ഫോമിലാണെങ്കിൽ dy by dx how we'll find g dash of t by f dash of t ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, dy by d theta കണ്ടുപിടിക്കുക, dx by d theta കണ്ടുപിടിക്കുക. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ we'll get dy by dx. അപ്പം ഇവിടെ dy by d theta dx by d theta കണ്ടുപിടിക്കുക. dy by d theta കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും,
x is equal to a cos theta, y is equal to a sin theta. dy by d theta എന്താണ്? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പൊ dy by d theta കണ്ടുപിടിക്കുമ്പോൾ a into a കോൺസ്റ്റന്റ് ആണ്. d by d theta of sin theta എന്ന് പറയുന്നത് എന്താണ്? cos theta ആണ്. അപ്പൊ we will get a cos theta. ഇനി dx by d theta കണ്ടുപിടിക്കാം. d by d theta of cos theta എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ. അപ്പൊ dx by d theta മൈനസ് a sin theta. dy by dx കണ്ടുപിടിക്കാൻ dy by d theta divided by dx by d theta ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ കിട്ടും? a cos theta by minus a sin theta ചെയ്താൽ മതി. എയും എയും ക്യാൻസൽ ആവും. cos by sin എന്ന് പറയുന്ന കോട്ടാണല്ലോ, ഇവിടെ ഒരു മൈനസ് സിമ്പിൾ ഉണ്ട്. അപ്പം മൈനസ് cot theta എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് 12ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 12. ഫൈൻഡ് dy by dx. dy by dx കണ്ടുപിടിക്കുക. ഇഫ് x is equal to at square and y is equal to 280, രണ്ടും t എന്ന വേരിയബിൾ ആണ്. അപ്പൊ പാരാമെട്രിക് ഫോമിൽ തന്നെ ചെയ്യുക. dy by dx കണ്ടുപിടിക്കുക. ആദ്യം dy by dt കണ്ടുപിടിക്കുക, then dx by dt കണ്ടുപിടിക്കുക, അവ ഡിവൈഡ് ചെയ്യുക. dy by dt, dy by dt എന്ത് കിട്ടും? 280. 2a കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് t 1 ആണ്. അപ്പൊ 2a എന്ന് കിട്ടും. ഇനി അടുത്ത എന്താ? dx by dt കണ്ടുപിടിക്കുക. ഇവിടെ എന്ത് വേണ്ട? a കോൺസ്റ്റന്റ് ആണ്, t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 2at എന്ന് കിട്ടും. ഇനി dy by dx കണ്ടുപിടിക്കാൻ ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 2a ഡിവൈഡഡ് ബൈ 2at, എയും എയും കൂടെ ക്യാൻസൽ ആവും, ബാക്കി 1/t എന്ന് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിച്ചത്. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ we will get സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ y is equal to f of x ആണ്. അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? dy by dx is equal to f dash of x. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? d square y by dx square. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? f ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഇതാണ് എന്ത്? ഡബിൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇപ്പൊ നമ്മുടെ ഫംഗ്ഷൻ y is equal to f of x ആണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? d square y by dx square which is equal to f ഡബിൾ ഡാഷ് ഓഫ് x ആണ്. അപ്പൊ അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് d square y by dx square if y is equal to x cube tan x. അപ്പൊ നമ്മൾ എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം dy by dx കണ്ടുപിടിക്കുക. dy by dx കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x square plus tan x ന്റെ ഡെറിവേറ്റീവ് sec square x ആണ്. ഇവിടെ ഇനി എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. d square y by dx square കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും? 6x plus ഇത് x raised to n എന്ന ഫോമിൽ nx raised to n minus 1 2 sec x into sec x ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? sec x tan x. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം? 6x plus 2 sec square x tan x എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. എഗെയിൻ ഇവിടെ എന്താണ്? ഒരു ഷോ ദാറ്റ് ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഷോ ദാറ്റ് രീതിയിൽ ചോദിക്കത്തില്ല, ഓപ്ഷൻസ് ഇട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? 1 minus x square into d square y by dx square minus x into dy by dx equal to 0. ഇവിടെ d square y by dx square കാണുമ്പോഴേ നമുക്കറിയാം സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y is equal to sin inverse x എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ dy by dx കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 1 by root of 1 minus x square എന്ന് വരും. ഇനി നമ്മൾ അതിന്റെ റീഅറേഞ്ച് ചെയ്ത് ഈ ഒരു ഫോമിൽ എഴുതുമ്പോൾ റൂട്ട് ഓഫ് ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ റൂട്ട് ഓഫ് 1 minus x square into dy by dx എന്ന് വരും. ഇനി ഇതിനെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് അതായത് d by dx of ഈ ഫംഗ്ഷൻ ചെയ്യാം. 1 minus square root of 1 minus x square into dy by dx is equal to 1 എന്ന് വരും. ഇവിടെ നോക്കിക്കേ, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ uv അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? റൂട്ട് ഓഫ് 1 minus x square, അത് അതുപോലെ എഴുതാം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് d by dx ഓഫ് dy by dx. അപ്പൊ നമുക്ക് എന്ത് വരും? d square y by dx square എന്ന് കിട്ടും. പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ dy by dx into derivative of first function d by dx of
റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. സിംപ്ലിഫൈ ചെയ്യുമ്പം റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അസിറ്റീസ് വരും, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് dy by dx into d by dx of root of 1 minus x square, root of 1 minus x square, root x എന്താണ് 1 by 2 root x into 1 minus x square ന്റെ ഡെറിവേറ്റീവ് മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് 2x എന്ന് വരും. അപ്പൊ നമുക്ക് എങ്ങനെ വരും? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു മൈനസ് 2x ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്താം. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഈ 2ഉം 2ഉം കൂടെ കട്ട് ചെയ്യുക, 2ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് ഈ മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണല്ലോ. അങ്ങനെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ടേമിൻ്റോട് ഒരു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറും ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറും കൂടെ കട്ടായി പോകും. അപ്പൊ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഷോ ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്തു. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് dy by dx. dy by dx at x is equal to 1 കണ്ടുപിടിക്കണം. d square y by dx square at x is equal to 0 കണ്ടുപിടിക്കണം. y is equal to x raised to 20. dy by dx into x raised to n എന്ന ഫോം. dy by dx into x raised to n എന്താ? n x raised to n minus 1. അപ്പം dy by dx ചെയ്യുമ്പോൾ 20 x raised to 19 എന്ന് കിട്ടും. പോരെ, ഇത് പോരല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 റൈസ് ടു 19, 1 റൈസ് ടു എനി നമ്പർ 1 തന്നെ അല്ലേ. അപ്പൊ നമുക്ക് 20 എന്ന് കിട്ടും. അടുത്ത എന്താ? ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 20 കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു എക്സ് റൈസ് ടു 19ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 19 ഇൻറ്റു എക്സ് റൈസ് ടു 18. ഇവിടെ എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ 0 എന്ന് വരും അല്ലെ. 0 റൈസ് ടു എനി നമ്പർ. അപ്പൊ 0 ഇൻറ്റു 20 ഇൻറ്റു 19 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഫൈനൽ ആൻസർ എന്ത് വരും? 0 എന്ന് വരും. ഇനി അടുത്തത് എൽ ഹോസ്പിറ്റൽ റൂൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റൂൾ അപ്ലൈ ചെയ്ത് വളരെ എളുപ്പത്തിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ തന്നിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. നമ്മുടെ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ആണെങ്കിൽ ഇത് 0/0 ഫോമിലാണ്. ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 ആയി പോവുകയാണ്, അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻഫിനിറ്റി ആയി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അത് 0/0 അല്ലാതാകുന്നവരെ നമ്മൾ അതിന്റെ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. Evaluate limit extends to 0 log x by cot x. Log x by cot x ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. log 0 by cot 0 രണ്ടും എന്താ? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1x ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്നും വരും. അപ്പം 1 ബൈ കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആണല്ലോ. സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് എന്ന് വരും. എഗെയിൻ നമ്മൾ ലിമിറ്റ് 0 അപ്ലൈ ചെയ്ത് നോക്കാം. സൈൻ 0 by 0, സൈൻ 0 0 ആണ്. വീണ്ടും 0/0 ഫോം ആയി. അപ്പൊ അതിനെ വീണ്ടും ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യാം. അപ്പം സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ സൈൻ സ്ക്വയർ എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എക്സ് സ്ക്വയർ എന്നുള്ള ഫോം. അപ്പൊ 2x, ഇവിടെ എക്സിന് പകരം സൈൻ ആണ്. അപ്പൊ 2 സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താ? കോസ് എക്സ്. അപ്പൊ -2 സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ
എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. ഇവിടെ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈൻ 0 0 അല്ല, അപ്പൊ ഈ ടേം 0 ആയി പോകും. പക്ഷെ ഇവിടെ 0/0 അല്ല, 0/1 ആണ്. അപ്പൊ എന്താ 0/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 0 തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഇൻഡിറ്റർമിനന്റ് ഫോം അല്ല. അപ്പൊ നമ്മൾ എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിച്ച് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത്. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഡിഫറൻഷ്യബിലിറ്റി, അതിന്റെ കോമൺ ആയിട്ടുള്ള ബേസിക് ഇക്വേഷൻസ് നോക്കി, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിഫറെന്റ് ഫോംസിനും കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി ടോപ്പിക്ക് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.